രാവിലെ തന്നെ മീരമോളുടെ തലവേദന എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ച് മുത്തശ്ശൻ മീരയുടെ മുറിയിലെത്തി. അവളുടെ കരഞ്ഞു തളർന്ന കണ്ണുകൾ, വീങ്ങിയ മുഖം. മുത്തശ്ശൻ എന്തോ പന്തികേട് തോന്നി. പതിയെ അവളുടെ തലമുടിയിൽ തടവി അയാൾ ചോദിച്ചു, എന്താ എൻ്റെ മീരമോൾക്ക്? മുത്തശ്ശനോട് പറയില്ലേ? ആ വാക്കുകൾ മീരയുടെ മിഴികൾ നനയിച്ചു. തൻ്റെ ആകെയുള്ള ആശ്രയം മുത്തശ്ശനാണ്. തനിക്ക് വേണ്ടി മാത്രമാണ് മുത്തശ്ശൻ ജീവിക്കുന്നത്. ആ വൃദ്ധനോട് നുണ പറയാൻ അവൾക്കായില്ല. ഹരിയുടെ വിവാഹം നിശ്ചയിച്ചതും അവർക്കിരുവർക്കും ഇഷ്ടമായിരുന്നുവെന്നും അവൾ തുറന്നു പറഞ്ഞു. മറ്റാരിലും കാണാത്ത ഒരു ധൈര്യം മുത്തശ്ശന്റെ മുഖത്ത് അവൾ കണ്ടു. എൻ്റെ മോള് വിഷമിക്കാതെ, ഞാൻ ഹരിയുടെ അച്ഛനെ കണ്ട് സംസാരിക്കാം. അവൾക്കത് വിശ്വസിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എൻ്റെ കുട്ടി കരഞ്ഞു തളർന്നിരിക്കാതെ പഴയതുപോലെ ആവണം. ഈ മുത്തശ്ശന് നിന്റെ ഈ മുഖം കാണാനാവുന്നില്ല. മുത്തശ്ശൻ പുറത്തിറങ്ങി മാധവനെ വിളിച്ചു. എന്തൊക്കെയോ സംസാരിച്ചു. ജനാലിലൂടെ മീര കണ്ടത് എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു പോരാളയെ പോലെയുള്ള തൻ്റെ മുത്തച്ഛനെയാണ്. 2 മണിക്കൂറിനുള്ളിൽ മുത്തച്ഛനും മാധവനും കൂടി ഹരിയുടെ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങി. മീരയുടെ മനസ്സ് പതിവിലും കൂടുതലായി മിടിച്ചു തുടങ്ങി. ഹരിയോട് വിളിച്ചു പറയണോ മുത്തച്ഛൻ വീട്ടിലോട്ട് വരുന്ന കാര്യം? എന്താ ചെയ്യേണ്ടതെന്ന് അവൾക്കറിയില്ലായിരുന്നു. ഹരിയുടെ വീട്ടിലെത്തിയ മീരയുടെ മുത്തച്ഛനെ ഹരിയുടെ അമ്മ സ്വീകരിച്ചിരുത്തി. മുറിയിലായിരുന്ന ഹരിയും സ്വീകരണ മുറിയിലെത്തി മുത്തശ്ശനെ കണ്ടു. എന്താ മോനെ, നിങ്ങളെ വിഷമിപ്പിച്ചിട്ട് ഞങ്ങൾ എങ്ങനെ സന്തോഷമായിരിക്കും? ഞാൻ അച്ഛനോട് സംസാരിക്കാം. എൻ്റെ കുട്ടികളെ വിഷമിക്കരുത്. ആ വൃദ്ധനെ ഹരിക്ക് ദൈവതുല്യമായി തോന്നി. ഹരിയുടെ അച്ഛൻ ഇവിടെ ഇല്ല, എന്തോ ബിസിനസ് കാര്യമായി പോയതാണ്. അമ്മയുടെ മറുപടി കേട്ട് മുത്തശ്ശൻ പറഞ്ഞു, സാരമില്ല, ഞാൻ കാത്തിരിക്കാം. എനിക്ക് സംസാരിക്കണം, അത്യാവശ്യമാണ്. തൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടാവാം ഹരിയുടെ അമ്മയുടെ മുഖത്ത് ഒരു ഭയം മൂടിക്കെട്ടിയിരുന്നു. 2 മണിക്കൂറിനുള്ളിലെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് മുറ്റത്തൊരു കാർ വന്നു നിന്നു. ഹരിയുടെ അച്ഛൻ ഇറങ്ങി വീട്ടിനുള്ളിലേക്ക് കയറി. തൻ്റെ സ്വീകരണ മുറിയിലിരിക്കുന്ന വൃദ്ധനെ കണ്ട് ഒരു അമ്പരപ്പ് തോന്നി. അത് അവസാനിക്കുന്നിടത്ത് ഹരിയുടെ അമ്മ പറഞ്ഞു, ഹരിയുടെ കൂടെ ജോലി ചെയ്യുന്ന മീരയുടെ മുത്തച്ഛനാണ്. ഒന്നും മനസ്സിലായില്ലെങ്കിലും ഹരിയുടെ അച്ഛൻ മുത്തച്ഛൻ്റെ മുമ്പിലിരുന്നു. എന്താ കാര്യം? ഇച്ചിരി ഗൗരവമുള്ള കാര്യമാണ്. അതാണ് ഇത്ര ധൃതി പിടിച്ച് ഞാനിങ്ങോട്ട് എത്തിയത്. പറഞ്ഞോളൂ. എൻ്റെ സമയം വളരെ വിലപിടിച്ചതാണ്. എനിക്ക് ലാഭമില്ലാത്ത ഒരു സംസാരത്തിനും സമയം കളയാറില്ല. ഹരിയുടെ അച്ഛൻ്റെ മറുപടി അല്പം പുച്ഛത്തിലായിരുന്നു. തൻ്റെ കൊച്ചുമകൾക്ക് വേണ്ടി ഹരിയെ ചോദിച്ചു വന്നതാണ് എന്ന് ആ വൃദ്ധൻ പറഞ്ഞു തീർന്നതും ഹരിയുടെ അച്ഛൻ്റെ കണ്ണുകൾ ചുവന്നു. നിങ്ങളുടെ കൊച്ചുമകൾക്ക് കൊടുക്കാനുള്ളതല്ല, എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ അവനെ വളർത്തിയത്. അതും പറഞ്ഞ് ഇവിടേക്ക് വരാൻ എന്ത് ധൈര്യമാണ് തനിക്കുള്ളത്? കുട്ടികളുടെ ഇഷ്ടം നമ്മൾ കാണണ്ടേ ഹരിയുടെ അച്ഛ? എന്ന മുത്തച്ഛൻ്റെ ചോദ്യത്തിന്, ആൺകുട്ടികൾക്ക് പല പെൺപിള്ളാരോടും ഇഷ്ടം തോന്നും, അതെല്ലാം കല്യാണം കഴിക്കാനുള്ളതാവില്ല എന്ന മറുപടി മുത്തച്ഛന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവൻ്റെ രാഷ്ട്രീയ ഭാവി എൻ്റെ സ്വപ്നമാണ്. അത് തകർക്കാൻ ഞാൻ ഒരുത്തിയെയും സമ്മതിക്കില്ല. എൻ്റെ വാക്കനുസരിക്കാനാണ് ഞാൻ അവനെ പഠിപ്പിച്ചത്. ഹരിയുടെ അച്ഛൻ്റെ വാക്കുകൾക്ക് ഒരുപാട് ഖനമുള്ളതുപോലെ ആ വൃദ്ധന് തോന്നി. എന്നാ പിന്നെ ഇറങ്ങുവല്ലേ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നിൽക്കാതെ അയാൾ പടികളിറങ്ങി കാറിനടുത്തേക്ക് നടന്നു. ദൂരെയുള്ള കാറും അതിനുള്ളിലിരിക്കുന്ന മാധവനും തൻ്റെ നിറഞ്ഞ മിഴികളിലൂടെ മുത്തച്ഛന് തെളിഞ്ഞു കാണാനായില്ല. വണ്ടിക്കുള്ളിൽ കയറിയ മുത്തച്ഛൻ്റെ മുഖം കണ്ട മാധവൻ ചോദിച്ചു, എന്താ പറ്റിയ കൊച്ചേട്ടാ? വണ്ടിയെടുക്കും മാധവ, അത്രമാത്രം പറഞ്ഞ് ആ വൃദ്ധൻ സീറ്റിലേക്ക് ചാരിയിരുന്നു. പതിയെ കണ്ണുകൾ അടച്ചു. എന്തോ സംഭവിച്ചു. ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് മാധവന് മനസ്സിലായി. വീട്ടിലോട്ടുള്ള വഴിയിൽ ഒന്നും മിണ്ടാതെ കണ്ണടച്ചു കിടക്കുന്ന മുത്തച്ഛനെ മാധവൻ നിരീക്ഷിച്ചു. വീട്ടിലെത്തി മുത്തച്ഛനെ വിളിച്ചിട്ട് മറുപടിയില്ലാഞ്ഞപ്പോൾ മാധവൻ ഒന്ന് അമ്പരന്നു. കൊച്ചേട്ട എന്ന് വിളിച്ച് തോളത്തു തട്ടിയപ്പോൾ ഒരു സൈഡിലേക്ക് വീണുപോയി. മീരമോളെ എന്ന് നിലവിളി കേട്ട് പുറത്തേക്ക് ഓടി വന്ന മീര കണ്ടത് ബോധമില്ലാതെ കാറിനുള്ളിൽ കിടക്കുന്ന മുത്തച്ഛനെയാണ്. ഒന്നും മനസ്സിലാകാതെ മീര മാധവേട്ടനോട് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എന്താവാൻ തൻ്റെ മുത്തച്ഛന് പറ്റിയതെന്ന് ആലോചിച്ച് കരഞ്ഞുകൊണ്ട് അവൾ ആ വൃദ്ധന്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. ഹോസ്പിറ്റലിലെത്തിയ മീര ഓടി കാഷ്വാലിറ്റിയിൽ കയറി സ്ട്രെച്ചർ ആവശ്യപ്പെട്ടു. അറ്റൻഡേഴ്സ് വേഗം വന്ന് മുത്തച്ഛനെ ട്രയാജിലേക്ക് മാറ്റി. മുറിക്ക് പുറത്ത് കാത്തുനിന്ന മാധവനെയും മീരയും ഡോക്ടർ തൻ്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു. കാര്യങ്ങൾ ഇച്ചിരി സീരിയസ് ആണ്, കാർഡിയാക് അറസ്റ്റ് ആണ്. ഇതിനു മുൻപ് ഇതുപോലെ വന്നിട്ടുണ്ടോ എന്ന് തുടങ്ങി ഡോക്ടർ ചോദ്യങ്ങൾ തുടങ്ങി. ആകെ മരവിച്ചിരുന്ന മീരമോൾക്ക് ശബ്ദം പോലും പൊങ്ങിയില്ല. മാധവൻ പറഞ്ഞു, ഇതുവരെ കൊച്ചേട്ടൻ ഒരു പനി പോലും വന്നിട്ടില്ല, ആരോഗ്യവാനായിരുന്നു. സങ്കടം സഹിക്കാനാവാതെ മീര പൊട്ടിക്കരഞ്ഞു. വിഷമിക്കേണ്ട കുട്ടി, കറക്റ്റ് സമയത്ത് എത്തിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇപ്പോൾ കോൺഷ്യസ് അല്ല. അപകടനില മാറി. ബോധം വന്നിട്ട് കുറച്ച് ടെസ്റ്റ് ചെയ്യാനുണ്ട്.
അതും കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ പറയാനാവും. എനിക്ക് മുത്തശ്ശനെ കാണാനാകുമോ എന്ന മീരയുടെ ചോദ്യത്തിന് ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ പറ്റില്ല. 4 മണിക്കൂർ കഴിഞ്ഞ് ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റും. അപ്പൊ കുട്ടിക്ക് കാണാം. ഇപ്പൊ CCUയിലാണ്. അങ്ങോട്ട് വിസിറ്റേഴ്സിനെ അലൗഡ് അല്ല. ഡോക്ടറിന്റെ മുറിക്ക് പുറത്തു വന്ന മീരയ്ക്ക് അലറിക്കരയാനാണ് തോന്നിയത്. തനിക്ക് ആകെ ഉണ്ടായിരുന്ന മുത്തച്ഛന്റെ അവസ്ഥ അവൾക്ക് വട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നി. CCUവിന്റെ മുമ്പിൽ ഇരുന്ന് കരയുന്ന അവളുടെ മനസ്സിന് മുഴുവൻ തന്റെ മുത്തച്ഛൻ ഈ ഗതി വരാൻ താൻ കാരണമായല്ലോ എന്ന കുറ്റബോധമായിരുന്നു. ഊർമിളയും ഹോസ്പിറ്റലിലെത്തി. വാർഡിൽ മുറിയെടുത്ത് കൊടുത്തിട്ട് മാധവൻ അവരെ മുറിയിലാക്കി. വീട് വരെ പോയി കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്ത് വരാമെന്ന് പറഞ്ഞ് മാധവൻ ഇറങ്ങി. മീരയും ഊർമിളയും മാത്രമായി മുറിയിൽ. ഫോൺ റിങ് ചെയ്ത് മീരയുടെ കണ്ണിൽ കണ്ടത് ഹരിയുടെ ഇൻകമിംഗ് കോൾ. ഫോൺ ചാടിയെടുത്ത മീര ആദ്യം ചോദിച്ചത് എന്താ എന്റെ മുത്തച്ഛന് പറ്റിയത് എന്നാണ്. ഒന്നും മനസ്സിലാകാതെ ഹരി മിണ്ടാതെ നിന്നു. ഹരിയുടെ നിശബ്ദത മീരയ്ക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. മുത്തച്ഛനെ തന്റെ അച്ഛൻ പരിഹസിച്ചു തിരിച്ചയച്ച വിവരം അമ്മ പറഞ്ഞ് ഹരി അറിഞ്ഞിരുന്നു. അതിന് മാപ്പ് പറയാനാണ് വിളിച്ചതെങ്കിലും മീരയുടെ സംസാരം അല്പം കടുപ്പത്തിലായിരുന്നു. മുത്തച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നും കൂടി കേട്ട ഹരിക്ക് എന്തു ചെയ്യണമെന്ന് അറിയാതെയായി. 4 മണിക്കൂറിന് ശേഷം മുത്തച്ഛനെ റൂമിലെത്തിച്ചു. റൂമിലെത്തിയ ഡോക്ടറിനോട് മീരയും മാധവൻ ചേട്ടനും മുത്തച്ഛന്റെ അവസ്ഥയെപ്പറ്റി ചോദിച്ചു. ഇപ്പം നോർമലാണ്, ബട്ട് സ്ട്രെസ്ഡ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പെട്ടെന്ന് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് റെസ്റ്റ് എടുക്കുക. എല്ലാം മോളിച്ചിരി സൂക്ഷിക്കണം. ടാബ്ലറ്റ്സ് കുറച്ച് എഴുതിയിട്ടുണ്ട്, ഫാർമസിയിൽ നിന്ന് വാങ്ങണം. മാസത്തിലൊരിക്കൽ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. പിന്നെ ചെക്കപ്പിനൊക്കെ കറക്റ്റ് സമയത്ത് കൊണ്ടുവരണം. ചെയ്യാം ഡോക്ടർ, ഇടറിയ സ്വരത്തിൽ മീര പറഞ്ഞു നിർത്തി. നാളത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാം. ഇഞ്ചക്ഷൻ എടുത്തതിന്റെ സെഡേഷനിലാണ്. അത് മാറുമ്പോഴേക്കും മുത്തച്ഛൻ പഴയതുപോലെയാകും. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച്. മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. സമയം വൈകിട്ട് 7 മണി. മോളെ എന്നൊരു ചെറിയ ഞരക്കത്തോടെ മുത്തച്ഛൻ കണ്ണു തുറന്നു. മുത്തച്ഛന്റെ കൈ പിടിച്ചുകൊണ്ട് മീരമോൾ അടുത്തു തന്നെ ഉണ്ടായിരുന്നു. മോള് പേടിച്ചു പോയോ? നിന്നെ തനിച്ചാക്കി ഞാൻ പോവില്ല കുട്ടി. ആ വയസ്സിന്റെ വാക്കുകൾ ഇടറി. ഒന്നും പറയാനാവാതെ മീരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഊർമിളയും മാധവനും മുത്തച്ഛനും മീരയ്ക്കുമുള്ള കഞ്ഞിയുമായി റൂമിലേക്ക് വന്നു. 4 ഡിസ്ചാർജ് ആക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മാധവ. എന്റെ കൊച്ചേട്ടാ, ഒന്ന് ഹോസ്പിറ്റൽ വരെ വന്നതല്ലേ. അവര് കുറച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അതിന്റെ റിപ്പോർട്ട് വാങ്ങിയിട്ട് നാളെ പൊക്കോളാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. മാധവന്റെ മറുപടി മുത്തച്ഛന് ബോധിച്ചു. കഞ്ഞി കുടിച്ചിട്ട് കിടക്കൂ, നാളെ രാവിലെ വരാം. ഊർമിളയോട് യാത്ര പറഞ്ഞ് മാധവൻ വീട്ടിലേക്ക് ഇറങ്ങി. സമയം രാവിലെ 7 മണി. നഴ്സിന്റെ സംസാരം കേട്ടുകൊണ്ടാണ് മീരമോൾ കണ്ണു തുറക്കുന്നത്. മുത്തച്ഛൻ പത്രം വായിക്കുന്നു. എന്താ കുട്ടി, ക്ഷീണമൊക്കെ മാറിയോ? മുത്തച്ഛന്റെ ചോദ്യം കേട്ട മീരമോൾക്ക് ചിരി വന്നു. അല്ല മുത്തച്ഛ, എനിക്കാണോ അസുഖം അതോ മുത്തച്ഛനാണോ? 2 പേർക്കും ഒരു കുഴപ്പവുമില്ല. മറുപടിയായി ഡോക്ടർ കയറി വന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്ക് ഡോക്ടറെ, മുത്തച്ഛൻ ഡോക്ടറിനോട് പറഞ്ഞു. എങ്കിലും മുത്തച്ഛൻ, ഞാൻ തരുന്ന മരുന്ന് സമയത്ത് കഴിക്കണം. ഇടയ്ക്ക് എന്നെ വന്ന് കാണുകയും ചെയ്യണം, ഡോക്ടർ കൂട്ടിച്ചേർത്തു. അത് ഞാൻ കൊണ്ടുവന്നോളാം ഡോക്ടർ, മീരമോൾ ഉറപ്പ് കൊടുത്തു. എന്നാ പിന്നെ ഡിസ്ചാർജ് ചെയ്തേക്കാം. ബില്ലിങ് കഴിഞ്ഞ് എന്റെ റൂമിലേക്ക് വന്നോളൂ. റിപ്പോർട്ട്സും ഡിസ്ചാർജ് സമ്മറിയും ഒക്കെ ഞാൻ തരാം. ഓക്കെ ഡോക്ടർ, മീരമോൾ പറഞ്ഞു നിർത്തി. എല്ലാം കഴിഞ്ഞ് സമയം 11 മണി ആയപ്പോഴത്തേക്കും ഡിസ്ചാർജ് കഴിഞ്ഞ് അവര് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ മുത്തച്ഛനെ മുറിയിലാക്കിയിട്ട് മാധവൻ ഊർമിളയോട് പറഞ്ഞു, നീ കുറച്ചു ദിവസം ഇവിടെ നിൽക്ക്. കുഞ്ഞിനെ ഒറ്റയ്ക്കെല്ലാം കൂടെ നോക്കാൻ പറ്റില്ല. സമ്മതമെന്ന് ഊർമിള തലയാട്ടി. മോള് പോയി കുളിച്ച് ഫ്രഷ് ആകൂ, ഹോസ്പിറ്റലിൽ നിന്നതല്ലേ, ഊർമിള പറഞ്ഞു. തന്റെ റൂമിലെത്തിയ മീര ഫോൺ എടുത്തു. ഹരിയുടെ മെസ്സേജ് ഒക്കെ വന്ന് കിടപ്പുണ്ട്. ഒന്നും നോക്കാൻ അവൾക്കായില്ല. ഫോൺ ചാർജ് ചെയ്യാനിട്ടിട്ട് അവൾ കുളിക്കാൻ കയറി. ഇനി ആർക്കു വേണ്ടിയും കരയില്ലെന്ന ഉറച്ച തീരുമാനം മീര സ്വയം എടുത്തു. വിടരും മുൻപേ കൊഴിഞ്ഞു വീണ പ്രണയം, അതെന്നും അങ്ങനെ തന്നെ അവളുടെ മനസ്സിൽ അടച്ചിട്ട ഒരു മുറി പോലെ. മീരമോളെ, ഫുഡ് കഴിക്കാൻ വാ, ഊർമിള ചേച്ചി വിളിച്ചു. മീരമോൾ പതിയെ ഫുഡ് കഴിക്കാനെത്തി. 2 പേരും നിശബ്ദമായി ഫുഡ് കഴിച്ചു. മുത്തശ്ശ, നമുക്ക് തറവാട് വരെ ഒന്ന് പോയാലോ? നിശബ്ദത കീറി മുറിച്ചുകൊണ്ടുള്ള മീരയുടെ ചോദ്യം മുത്തച്ഛനെ ഒന്ന് കുഴപ്പിച്ചു. മീരയുടെ അച്ഛന്റെ സ്ഥലമാണിത്. തറവാട് പാലക്കാടാണ്. ഇങ്ങോട്ട് കുടിയേറിയിട്ട് വർഷങ്ങളായി. തറവാടും മറ്റു സ്ഥലങ്ങളുമൊക്കെ പണ്ടേ പൂട്ടിയിട്ടതാണ്. അമ്മയുടെ സ്ഥലവും പഴയ തറവാടുമൊക്കെ ഓർമ്മകളായിട്ട് ഒരുപാട് നാളായി. ഒരു ചേഞ്ച് തനിക്കിപ്പോൾ അത്യാവശ്യമാണെന്ന് മീര തിരിച്ചറിഞ്ഞു. അത് നാളുകളായിട്ട് പൂട്ടിക്കിടക്കുമല്ലേ. ആദ്യം മാധവൻ കുറിച്ച് പണിക്കാരെ കൂട്ടിക്കൊണ്ടുപോയി ഒന്ന് ക്ലീനൊക്കെ ചെയ്യട്ടെ. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് പോകാം. ഓക്കെ മുത്തച്ഛ. മാധവനോട് നാളെ തന്നെ പുറപ്പെടാനുള്ള നിർദ്ദേശം മുത്തച്ഛൻ നൽകി.
തൻ്റെ പേരക്കുട്ടി എന്തിൽ നിന്നൊക്കെ ഒളിച്ചോടുന്നു എന്ന് മുത്തച്ഛന് തോന്നി. മുറിയിലെത്തിയ മീര തൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു വെച്ച് നിദ്രയിലേക്ക് മാഞ്ഞു. മീരയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ച ഹരിക്ക് നിരാശ മാത്രം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും പറ്റാത്ത അവസ്ഥ. ഫോൺ ചെയ്താൽ സ്വിച്ച് ഓഫ്. കല്യാണം പെട്ടെന്ന് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അച്ഛനും രവീന്ദ്രനും. ആകെ കൂടെ വട്ടുപിടിക്കുന്ന പോലെ തോന്നി ഹരിക്ക്. വീട്ടിലേക്ക് വിളിക്കാൻ നോക്കിയാൽ നമ്പർ ഡിസ്കണക്റ്റ് ആണ്. ഇടയ്ക്ക് ടൗൺ വരെ പോയി വരാൻ അച്ഛൻ്റെ നിർദ്ദേശം കിട്ടിയ ഹരി ആദ്യം പോയത് മീരയുടെ വീട്ടിലേക്കാണ്. പൂട്ടിയിട്ട ഗേറ്റ് ഹരിക്ക് എന്തു ചെയ്യണമെന്നറിയാതെയായി. തറവാട്ടിലെത്തിയ മീരമോൾക്ക് നല്ല മാറ്റമുണ്ടെന്ന് മുത്തച്ഛന് ബോധ്യമായി. ഈ യാഥാർത്ഥ്യത്തോടെ പൊരുത്തപ്പെടുവാൻ അവൾക്ക് സാധിച്ചു എന്ന് അയാൾക്ക് മനസ്സിലായി. മുറിഞ്ഞടർന്ന തൻ്റെ മനസ്സ് ഒരിക്കലും മറ്റാർക്കും മനസ്സിലാവരുത് എന്ന നിശ്ചയം മീരയ്ക്കുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി തനിക്ക് വേണ്ടി തൻ്റെ മുത്തച്ഛൻ വിഷമിക്കുന്നത് അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഒറ്റയ്ക്കിരുന്നുള്ള കരച്ചിലും ഒറ്റപ്പെടലുമൊക്കെ മറ്റാരും കാണാതെ അവൾ തന്നിലൊതുക്കി. ചിലപ്പോഴൊക്കെ എല്ലാം മറന്നൊന്ന് പൊട്ടിക്കരയാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ ചുറ്റുമുള്ളവരുടെയൊക്കെ സന്തോഷം അവൾക്ക് അതിലും അപ്പുറമായിരുന്നു. മറക്കാനാവാത്ത നല്ല ഓർമ്മകൾ മനസ്സിന്റെ ഒരു കോണിൽ കുഴിച്ചുമൂടി പുതിയ സ്ഥലത്ത് അവൾ തന്റെ സ്വപ്നങ്ങൾ തിരഞ്ഞു. സന്തോഷത്തിന്റെ 2 മാസങ്ങൾ പെട്ടെന്ന് പെയ്തു തീർന്നു. മറുവശത്ത് ഹരിയുടെ അവസ്ഥ വിപരീതമായിരുന്നു. അച്ഛന്റെ ആഗ്രഹപ്രകാരം കല്യാണം കഴിച്ചു. എന്നാൽ ആ ജീവിതം തനിക്ക് വിധിച്ചതല്ല എന്ന് ആദ്യ ദിവസം തന്നെ അവന് മനസ്സിലായി. മീരയെ പോലൊരു പെണ്ണിനെ മനസ്സിൽ പൂജിച്ച ഹരിക്ക് അതിന് വിപരീതമായ ഒരു ജീവിത സഖിയാണ് തന്റെ അച്ഛൻ നേടിക്കൊടുത്തത്. വിഷമങ്ങളൊക്കെ ഉള്ളിലൊതുക്കി എല്ലാം വിധിയെന്ന് ആശ്വസിച്ച് കല്യാണത്തിന് നിന്നുകൊടുത്ത ഹരിക്ക് ജീവിതം സമ്മാനിച്ചത് വിചിത്രമായിരുന്നു. മന്ത്രിയുടെ മകൾ എന്നതിലുപരി എല്ലാം കൊണ്ടും തന്നിഷ്ടക്കാരിയായിരുന്നു വർഷ. തന്റെ അച്ഛൻ തനിക്ക് എന്തും നേടിക്കൊടുക്കും എന്ന അഹങ്കാരവും ഒരുപാട് പണമുള്ളതിന്റെ ഹുങ്കും ഒക്കെയുള്ള ഒരു പെണ്ണ്. ഭർത്താവെന്ന് പോയിട്ട് ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും അവൾ ഹരിക്ക് നൽകിയിരുന്നില്ല. തന്റെ അച്ഛന്റെ പണവും അധികാരവും പ്രയോജനപ്പെടുത്താനായി കൂടെ കൂടിയ ഒരു ജന്മം എന്ന ഭാവമായിരുന്നു അവൾക്ക് അവനോട്. തന്റെ മകൾക്ക് ഇച്ചിരി മുൻകോപമുണ്ടെന്നേ ഉള്ളൂ. അവൾ പാവമാണ് ഹരി. മോൻ വേണം എല്ലാം നേരെയാക്കാൻ. രവീന്ദ്രന്റെ വിശദീകരണം അവന് മനസ്സിലാകുന്നതിലും അപ്പുറമായിരുന്നു. ലേറ്റ് നൈറ്റ് പാർട്ടീസ്, പബ്സ്, ഷോപ്പിംഗ്സ് ഇവയൊക്കെയായിരുന്നു വർഷ. സ്വന്തം സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം നോക്കിയിരുന്ന ഒരു പെണ്ണ്. എല്ലാറ്റിനോടും പൊരുത്തപ്പെട്ടു പോകാൻ ഹരി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും മനസ്സ് കൈവിട്ടു പോകുമോ എന്നവൻ ഭയന്നു. മകന്റെ വിഷമങ്ങൾ അച്ഛന് മനസ്സിലായില്ലെങ്കിലും ആ അമ്മ മനസ്സിലാക്കിയിരുന്നു. തന്റെ കുഞ്ഞിന്റെ ജീവിതം നശിച്ചു പോകുമോ എന്ന ഭയം ആ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. മകളുടെ സ്വഭാവം അറിയുന്നത് കൊണ്ടാവാം വർഷയുടെ അച്ഛൻ മരുമകനെ പാർട്ടിയിൽ മുന്തിയ പദവിയിൽ എത്തിച്ചു. രാഷ്ട്രീയം ഇഷ്ടപ്പെട്ടിരുന്ന ഹരിക്ക് അമ്മായിയച്ഛന്റെ രാഷ്ട്രീയം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പാതി വഴിയിൽ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ട അവന്റെ പ്രതികരണശേഷി അവനെ അതൊക്കെ സഹിക്കാൻ ശീലിപ്പിച്ചു. ജീവിതം കൊണ്ട് തോറ്റുപോയി എന്ന തോന്നല് മാത്രമായി അവന്റെ ഉള്ളിൽ. പഴയ ചുറുചുറുക്കും സന്തോഷവും തന്റെ മകനില്ല എന്ന സത്യം ആ മുരടനായ അച്ഛന് മനസ്സിലായെങ്കിലും തന്റെ തീരുമാനങ്ങൾ തെറ്റിയെന്ന് സമ്മതിക്കാൻ അയാളും തയ്യാറല്ലായിരുന്നു. മീരയെപ്പറ്റി ഒരുപാട് തിരക്കിയെങ്കിലും ഹരിക്ക് ഒരു വാർത്തയും അറിയാനായില്ല. പതിയെ പതിയെ അവനും അവളൊരു നീർന്ന മുറിവായി മനസ്സിൽ കിടന്നു. പഴയതുപോലെ കോളേജുകളിലൊന്നും പോകാറില്ല. പാർട്ടിയുടെ സെക്രട്ടറി, മന്ത്രിയുടെ മരുമകൻ എന്ന നിലയിലൊക്കെ ഫേമസ് ആയിപ്പോയി ഹരി. ഇടയ്ക്ക് എവിടെയോ വെച്ച് കോളേജിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ യാദർച്ഛികമായി കാണാനിടയായി. മീര ജോലി രാജിവെച്ചു എന്ന വാർത്ത ഹരി അറിയാനിടയായത് അങ്ങനെയാണ്. അപ്പോഴും അവൾ എവിടെയായിരിക്കും, എങ്ങനെയാവും എന്ന ചിന്തകൾ അവനെ അലട്ടിക്കൊണ്ടിരുന്നു. ജോലി രാജിവെച്ച മീര അവിടെ സ്ഥിരതാമസമാക്കി. ഇടയ്ക്ക് മാധവനും മുത്തച്ഛനും തോട്ടവും വീടും വന്ന് നോക്കുമെന്നല്ലാതെ അവർ എല്ലാവരും ശരിക്കും പാലക്കാട് സെറ്റിൽഡായി എന്ന് വേണേൽ പറയാം. ജോലിയില്ലാത്തതിനാൽ മീരയ്ക്ക് ആവശ്യത്തിലധികം സമയം കിട്ടി. എപ്പോഴോ തോന്നിയ സിവിൽ സർവീസ് എന്ന മോഹം അവൾ പതിയെ പൊടി തട്ടിയെടുത്തു. പഠിക്കാൻ മിടുക്കിയായിരുന്ന തന്റെ പേരക്കുട്ടിക്ക് എന്തും നേടാനാകും എന്ന നിശ്ചയം മുത്തച്ഛനുണ്ടായിരുന്നു. മീരയുടെ ആഗ്രഹം പോലെ ആവട്ടെ എന്ന് ആ വൃദ്ധൻ തീരുമാനിച്ചു.